ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും യേശുവിനെ വളർത്തിയതുപോലെ ഞങ്ങളെയും ആത്മീയമായി വളർത്തണമെന്ന് അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യം അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്രാഷൊക്കെ കഴിഞ്ഞു. മാർക്കറ്റ് എന്താണ്, ഒരു ബൂമിങ് മാർക്കറ്റായി മാറി. അവരുടെ വല കീറി തുടങ്ങി. മാത്രമല്ല, ഈ വല കിട്ടിയതിന് വേറൊരു വിഷയം കൂടെ പറഞ്ഞത് എന്താണ്, അധികമായ മീൻ കിട്ടിയോണ്ട് വല കീറിപ്പോകുന്ന സാഹചര്യം എത്തി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന വള്ളമൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു ചാകര ഉണ്ടായ അനുഭവം. അത്രയധികം മീനുകളെ കിട്ടി. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട സമയത്ത് മീൻപിടുത്തക്കാരൻ നേതാവ് വന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞ എന്താണ്, ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മീൻപിടുത്തം സംഭവിക്കില്ല. ആ സംഭവിക്കുകയാണെങ്കിൽ എന്ത് വേണം, ഒരു ദൈവിക ഇടപെടൽ നടക്കണം. അപ്പോൾ ഇതൊരു ദൈവിക ഇടപെടലാണെന്ന് ആർക്ക് മനസ്സിലായി? ശിമോൻ പത്രോസിന് മനസ്സിലായി. അതുകൊണ്ട് ശിമോൻ പത്രോസ് ഈശോയോട് പറഞ്ഞു, എന്താണ്, ഞാനൊരു പാപിയാണ്, ഇതൊക്കെ ഒരു ദൈവിക പ്രവർത്തനയാണ്, പാപിയായ എനിക്ക് ഇങ്ങനത്തെ ഇതിന് ഉള്ള യോഗ്യത എനിക്ക് ഇല്ല എന്ന് ഏറ്റു പറഞ്ഞു. നമ്മളാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഡീൽ ചെയ്തേനെ. നാളെ തൊട്ട് ഈശോയെ നാളെയും വന്ന് എൻ്റെ ബോട്ടിൽ കയറി ഇന്ന് പറഞ്ഞേനെ, നാളെയും എനിക്ക് മീൻ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാനൊരു പാപിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെ പറ്റി ശിമോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. മീൻ കിട്ടിയതിനെ കുറിച്ചിട്ട് അവർ അത്ഭുതപ്പെട്ടു. എന്താ കാരണം? എന്ത് ചെയ്തെന്ന് പറഞ്ഞവർ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം സാമ്പത്തിക മേഖലയിലാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ അവരുടെ പങ്കുകാരായ സെബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമോനോട് പറഞ്ഞ്, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. അത്രയും കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, നീ എന്തായി മാറും ഇനി? ഇതൊക്കെ ചെറിയ ചീള് കേസാ നീ കണ്ടുള്ളൂ. എന്താണ്, മീൻ പിടിക്കുന്നതേ കണ്ടുള്ളൂ. ഇതിൽ വലിയ കേസ് എന്താണ്, ഈ വള്ളത്തിനകത്ത്, ഈ വലയ്ക്കകത്ത് മീൻ നിറച്ചതുപോലെ മനുഷ്യരെ പിടിക്കുന്നവരായി നീ മാറും. നീ മീൻ പിടിച്ച് നടക്കേണ്ടവനല്ല, നീ എന്തായി മാറേണ്ടവനാണ്? മനുഷ്യരെ പിടിക്കുന്നവരാണ്. മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം അറിയിക്കുകയും ജനത്തിനെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആളായി മാറുമെന്നാണ് ഈശോ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ധ്യാന മന്ദിരങ്ങളിലും പ്രാർത്ഥിക്കാനായിട്ട് പോകാറുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും കടബാധ്യത മാറണം, വസ്തു വാങ്ങണം, വസ്തു വിൽക്കണം, വീട് പണിയണം, മകളുടെ കല്യാണം നടക്കണം, അഡ്മിഷൻ ചെയ്യണം, ലോൺ കിട്ടണം, ലോൺ തിരിച്ചടയ്ക്കണം, ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ, ഭൗതികമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലതാണ്. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തൊരു പടവിലേക്ക് വരണം. എന്തായി മാറണം? എനിക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആത്മീയ അനുഭവം കിട്ടിയ കേന്ദ്രത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് എന്ത് പറയുന്നത്? മനുഷ്യരെ പിടിക്കുന്നവനാകണം. അടുത്തിരിക്കുന്ന കൈ പിടിച്ച് കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞ്, മനുഷ്യരെ പിടിക്കുന്നവരാകണം എന്ന് പറഞ്ഞ്. ആരാവണം? ഉറക്കെ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ, കൈ വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ആരാവണം? മനുഷ്യരെ പിടിക്കുന്നവരാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരുന്ന ആളുകൾ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ, ഇതുവരെ ഇവിടെ ഈ സെൻറ്ററിൽ വരാത്ത ആരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാം, എന്താണ്, വെറുതെ വന്ന് സീനായിൽ വന്നൊന്ന് പ്രാർത്ഥിച്ച് പോ, സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വരുന്ന ആളുകൾ പറഞ്ഞോളും. ആർക്ക് എപ്പോഴാണ് ദൈവവചനം കേട്ട് മാനസാന്തരം വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ.
അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. എന്താ ചെയ്ത്? എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഈ അവർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശിഷ്യന്മാർ. ആകെ 3 ആളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ആരൊക്കെയാണത്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഓർക്കെ പറഞ്ഞേ, ഇങ്ങനെ കൈപിടിച്ചേ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ 3 പേര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ്? എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഉറക്കെ പറഞ്ഞേ. നിങ്ങളതിന് തയ്യാറുണ്ടോ? നിങ്ങളതിന് തയ്യാറുണ്ടോ? ഉണ്ടോ? സേ യെസ് ഓർ നോ. കുറേ ആളുകൾ ഇങ്ങനെ യെസ് പറഞ്ഞു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓക്കെ, ഇനിയൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. 39 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ 4 സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര അത്ഭുതങ്ങൾ? 39. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7 അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. ആ 7 അത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്ന്. നമുക്കതിലേക്ക് അവസാനം പോവാം. ഈശോ ചെയ്ത അവസാനത്തെ അത്ഭുതം ഏതാണ്? ഒരു ഗസ് വർക്ക് പറഞ്ഞോ. ഈശോ ചെയ്ത അവസാനത്തെ അത്ഭുതം ഏതാണ്? 3 ദിവസം. 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. നല്ല ഉത്തരമാണ്, പക്ഷെ ശരി ഉത്തരമല്ല. കുരിശിൽ മരിച്ചു. അതൊക്കെ നല്ല ഉത്തരമാണ്. അടുത്ത കുരിശിൽ കിടന്ന ആളെ സ്വർഗത്തിലേക്ക് കൊണ്ട്, അതും നല്ല ഉത്തരമാണ്, പക്ഷെ ശരി ഉത്തരമല്ല. ഒരു ഓർമ്മ വെച്ചെന്ന് പറഞ്ഞ് ഏതാണ് അവസാനത്തെ അത്ഭുതം? കണ്ണ് തുറന്നതല്ല, ചെവികൾ തുറന്നതല്ല. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് നിർത്തേണ്ട സമയമായി. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ പോകുന്ന സമയത്ത് നമുക്കവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഈശോ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ വരുന്നു. ആ വന്നിട്ടുണ്ടാവുന്ന ഒരു സംഭവം, അതാണ് അവസാനത്തെ സംഭവം. ബൈബിൾ കൈവശമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാം, എൻ്റെ കൂടെ നിങ്ങൾക്കും വായിക്കാം. ഇതിന് ശേഷം യേശു തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. എവിടെ? തിബേരിയോസ് കടൽ തീരം. ഉറക്കെ പറഞ്ഞേ. ആദ്യം ഏത് കടൽ തീരത്തായിരുന്നു? ഗലീലി കടൽ തീരത്തായിരുന്നു. അപ്പം തുടക്കം ഒരു കടൽ തീരത്താണ്, അവസാനവും എവിടെയാണ്? ഒരു കടൽ തീരത്ത് തന്നെയാണ്. കടൽ തീരത്ത് തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമോൻ, പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്ന് നഥാനിയേൽ, സബാദി പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാർ. ശിമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈശോ മരിച്ചു, കല്ലറയിലൊക്കെ അടക്കി കഴിഞ്ഞു. വെള്ളിയാഴ്ച ഈശോ മരിക്കുന്നു. ശനിയാഴ്ച സാബത്ത് ശനിയാഴ്ച 6 മണിയായപ്പോൾ സാബത്ത് തീർന്നു. വെള്ളിയാഴ്ച 6 മണി മുതൽ ശനിയാഴ്ച 6 മണി വരെയാണ് സാബത്ത്. അപ്പോൾ സാബത്ത് തീർന്നു കഴിഞ്ഞ സമയത്ത് ശിഷ്യന്മാരൊക്കെ നിൽക്കുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, എന്താണ്? ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്. പണ്ട് ഈശോ വന്നപ്പോൾ ഇത് അവസാനിപ്പിച്ചതായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ പണിക്ക് തന്നെ ഞാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവർ മീൻ പിടിക്കാൻ പോവാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. മനുഷ്യരെ പിടിക്കുന്നവരാവാൻ വിളിക്കപ്പെട്ടവനാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരെയും കൂടെ വഴിതെറ്റിച്ചു. ബാക്കിയുള്ളവരെയും കൂടെ എന്തിനു പോയി? മീൻ പിടിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. അന്ന് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. അത് യേശു വന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ നേരം പ്രഭാതമായി, ഉഷാകാല നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാറൊക്കെ കണ്ടു. വന്ന സമയത്ത് എന്താണ്? ഈശോ അവിടെ വന്നു. ഈശോനെ അവർക്ക് മനസ്സിലായില്ല. എന്താ കാരണം? ഈശോ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. വലിയ കല്ലൊക്കെ ഉരുട്ടി വെച്ചു. റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. സെൻഹദ്രീൻ സഭ നിർത്തിയ പടയാളികൾ, റോമൻ പടയാളികൾ നിൽക്കുന്നു, യഹൂദ പടയാളികൾ നിൽക്കുന്നു. ഇനി ഈശോ പുറത്തു വരേണ്ട പ്രശ്നമില്ല എന്ന് അവരുടെ മാനുഷികമായ ബുദ്ധിയിൽ അവരെ തീരുമാനിച്ചു.
അതുകൊണ്ട് ഈശോ വന്നപ്പോൾ അവർക്കത് മനസ്സിലായില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ മീൻ പിടിക്കാൻ പോയ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? മീനൊന്നും ഇല്ല. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അപ്പോൾ പറഞ്ഞെന്താണ്? നേരത്തെ പറഞ്ഞ ആഴത്തിൽ വലയിടാനാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞെന്താണ്? വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. ഈ മീൻപിടുത്തം കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ഈ വല എടുത്തു കഴിഞ്ഞിട്ട് ഈ വലത്തെ സൈഡിൽ നിന്ന്, വലത്തെ കൈക്കാണല്ലോ കൂടുതൽ ബലം കിട്ടുന്നത്, അതുകൊണ്ട് വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് എറിയുക ചെയ്യാറ്. അപ്പോൾ വല വന്ന് വീഴുന്നത് ഇടത്തെ സൈഡിലാണ് വല വന്ന് വീഴുക. പക്ഷേ ഇവിടെ അതിൻ്റെ നേരെ റിവേഴ്സ് പറഞ്ഞത്, അതായത് നിങ്ങളുടെ അറിവ് വെച്ചിട്ടും നിങ്ങളുടെ കഴിവ് വെച്ചിട്ടല്ല ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താണ്? വലതുവശത്ത് വലയിറക്കുക. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. വലയിലാകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യത്തെ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. പണ്ടുണ്ടായ അതേ സംഭവം തന്നെ. പണ്ട് ഒരു വള്ളം മുഴുവൻ നിറച്ചിട്ടും മീൻ എക്സസ് വേറെ വള്ളം കൊണ്ടുവന്നു, അതും നിറവ്, വല കീറാറായി. അതുപോലെ തന്നെ ഇവിടെ മീൻ വലിച്ചു കയറ്റാൻ പറ്റാത്ത അത്ര ഓവർലോഡായി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. ആര്? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. അതാരാ? ഇത് എഴുതി, ഈ സുവിശേഷം എഴുതിയതാരാ? യോഹന്നാൻ. ഈശോയ്ക്ക് ആരോടും അങ്ങനെ പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യോഹന്നാൻ പറയാണ് എന്താണ്? യോഹന്നാൻ സ്വയം പറയാണ് എന്താണ്? എന്നെയാണ് ഈശോ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 500 പേര് ഇരിക്കുന്നുണ്ട്. ഈ 500 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 500 പേരെയും ആര് സ്നേഹിക്കുന്നു? ഒരാളോട് കൂടുതലും ഇല്ല, ഒരാളോട് പക്ഷെ യോഹന്നാൻ പറഞ്ഞെന്താണ്? എന്നെയാണ് അങ്ങനെ പറയാൻ ധൈര്യമുള്ളവരെന്ന് പറഞ്ഞേ. മനസ്സിലായില്ലായിരിക്കും. യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരെയും യേശു സ്നേഹിച്ചു. പക്ഷെ യോഹന്നാൻ പറഞ്ഞെന്താണ്? യേശു സ്നേഹിച്ച ശിഷ്യൻ ഞാനാണ്. ഇനി നിങ്ങളുടെ അവസരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ, ശിഷ്യ. അങ്ങനെയുള്ളൊരു നെഞ്ചത്ത് കൈമ വെച്ചിട്ടെന്ന് പറഞ്ഞേ, യേശു സ്നേഹിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ യേശു എന്നെ സ്നേഹിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ യേശു എന്നെ, അതാരാ പറയുന്നത്? ഞാൻ തന്നെയാണ് പറയുന്നത്, ഈശോ അല്ല പറയുന്നത്, ഞാൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ. വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞ എന്താണ്? ഇത് ആള് നമ്മുടെ പഴയ ആള് തന്നെയാണ്. ഇതാരാണ്? അന്ന് ആഴത്തിൽ വലയിടാൻ പറഞ്ഞ ആള് ഇപ്പോൾ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു, കിട്ടി. അതുകൊണ്ട് യോഹന്നാന് മനസ്സിലായി ഇങ്ങനത്തേക്ക് അത്ഭുതം ചെയ്യാൻ പറ്റിയ ഒറ്റയാളേ ഉള്ളൂ. അതാരാണ്? അത് നമ്മുടെ കർത്താവാണ്. ഇത് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അപ്പോൾ പത്രോസ് പിന്നെ അപ്പം തന്നെ ഇനി യേശു ആണെന്ന് മനസ്സിലായ സമയത്ത് വള്ളവും വലയൊക്കെ വീണ്ടും ഉപേക്ഷിച്ചു. നീന്തി യേശുവിൻ്റെ അടുത്ത് ചെന്നു. മറ്റുള്ളവർ പക്ഷേ മീനൊക്കെ കൊണ്ട് തന്നെയാണ് വന്നത്. 200 മുഴത്തിന് അകലെയായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിനി അതിൽ മീൻ വെച്ചിരിക്കുന്നു, അപ്പവും അവർ കണ്ടു. അപ്പോൾ അവിടെ 2 സാധനം കണ്ടു. എന്താണ്? ഒന്ന് അപ്പമുണ്ട്, മീനുമുണ്ട്. ഈ അപ്പത്തെക്കുറിച്ച് ബൈബിളിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണ്? ഇതെൻ്റെ ശരീരമാണ്, ഇത് വാങ്ങി ഭക്ഷിക്കും. കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരിൻ. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരക്കിയത്. ഇതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രകാശത്തിൻ്റെ രഹസ്യം കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പറയുന്നൊരു പേരുണ്ടായിരുന്നു. എന്താണ്? 153 മണി ജപം. ഇതിനകത്ത് എത്ര മീനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇസ്രായേലിലെ ഈ തിബേരിയോസ് കടൽ നീരും ഗലീലി എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഒരു നദി അല്ലെങ്കിൽ ഒരു കായലിൻ്റെ വിവിധ തീരങ്ങളിലുള്ള ഇതിനെയാണ് ഈ പറയുന്നത്. ഇപ്പോഴും ഇസ്രായേൽക്കാർ ഗവേഷണം നടത്തിയിട്ട് ഈ ഗലീലി കടൽ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് 153 ടൈപ്പ്
മത്സ്യങ്ങളാണ് അതിനകത്തുള്ളത് ഇപ്പോഴും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിബേരിയസ് അല്ലെങ്കിൽ ഗലീലി കടലിലുണ്ടായിരുന്ന എല്ലാ തരത്തിൽപ്പെട്ട ഓരോ മീൻ ഇതിനകത്ത് കയറി. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ കടലിലുണ്ടായിരുന്ന ഇപ്പോഴും 153 തരം മീനുകളാണുള്ളത്. അതിൽപ്പെട്ട 153 വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ അതിൽപ്പെട്ട ഓരോ ഇനത്തിലും പെട്ട ഓരോ മീൻ വീതം ഈ വലയിൽ കയറി. ഇതിനെ പറയുന്ന പേരാണ് അത്ഭുതം. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ആദ്യം ചെയ്ത അത്ഭുതം സാമ്പത്തിക മേഖലയിലായിരുന്നു. അവസാനം ചെയ്ത അത്ഭുതവും ഉറക്കെ പറഞ്ഞേ. ആരും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് പട്ടിണി കിടക്കാനാ താല്പര്യം തോന്നുന്നു. എന്നും കടബാധ്യതയാണ്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാൽ മതി, തിരിച്ചടച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഉറക്കെ പറഞ്ഞേ. ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം സാമ്പത്തിക മേഖലയിലായിരുന്നു. ഈശോ ചെയ്ത അവസാനത്തെ അത്ഭുതവും സാമ്പത്തിക മേഖലയിലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പണ്ട് നമ്മളൊരു പാട്ടൊക്കെ പാടാറുണ്ട്. ഞാൻ പാട്ടിൻ്റെ ആളല്ലാത്തതുകൊണ്ട് അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: വായ്പ വാങ്ങാനവൻ കൊടുക്കുവാനോ സമൃദ്ധി നൽകും. ഇതായിരിക്കണം നമ്മുടെ പോളിസി. എന്താണ്? ഈ ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്തം കാനാൻ ദേശത്ത് കടന്നു ചെല്ലുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നീ കാലുകുത്തുന്ന ദേശം നിൻ്റേതാവും. എന്താണ്? ഒന്ന് ചവിട്ടിയ, നിലത്ത് ചവിട്ടിയേ വലത്തെ കാല്, എന്നിട്ട് പറഞ്ഞേ കാല് കുത്തുന്ന ദേശം എൻ്റേതാകും. ഉറക്കെ പറഞ്ഞേ. ഇനി അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ നീ കാല് കുത്തുന്ന ദേശം നിൻ്റേതാകും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് സ്ഥലം മേടിക്കാൻ കച്ചവടം ഉറപ്പിച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ്, ഈ അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് വലതുകാല് കുത്തി ഒന്ന് പ്രാർത്ഥിക്കുക. എന്താ വചനം പറയുന്നത്? എന്താണ്? നീ കാല് കുത്തുന്ന ദേശം, അടുത്ത് നിങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ നീ കാല് കുത്തുന്ന ദേശം വായ്പ വാങ്ങുവാൻ ഇടം വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഇതാണ് സുവിശേഷം നൽകുന്ന വാഗ്ദാനം. നമുക്കൊരു ധാരണയുണ്ട്. എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ദുർഘടമാണ് ഒട്ടകം. അത് നമ്മൾ കാണാണ്ട് പഠിച്ചു. ഇങ്ങനത്തെ സുവിശേഷത്തിൽ എപ്പോഴും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒരേ ആശയത്തെ തന്നെ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ നെഗറ്റീവായിട്ടുള്ള വ്യാഖ്യാനം മുഴുവൻ നമ്മൾ പഠിച്ചു വയ്ക്കും. 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിനെ പലരും പറയാറുണ്ട്. എന്താണ്? ദുഷ്ടൻ എങ്ങനെ വളരുന്ന? ഇതാരാ നിങ്ങളെ പഠിപ്പിച്ചേ? 92-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്കിൽ പറഞ്ഞ് നീതിമാൻ പന പോലെ വളരും എന്നാണ്. ആര് വളരും? എങ്ങനെ വളരും? അടുത്തിരിക്കാനുള്ള കൈ പിടിച്ചോണ്ട് നീതിമാൻ പന പോലെ വളരും. നീതിമാൻ അപ്പോൾ ഈ ദുഷ്ടൻ പന പോലെ വളരും എന്നുള്ളത് എന്തായിരുന്നു? തെറ്റായിട്ടുള്ള അറിവാണ്. എന്തായിരുന്നു? അപ്പോൾ ഈ തെറ്റായിട്ടുള്ള അറിവിനെയാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? ഒരു അൺലേണിങ് പ്രോസസ്സ്. പഠിച്ച സാധനം ചിലതൊക്കെ കളയണം, എന്നിട്ട് വേണം എന്ത് വേണം? പുതിയത് ശരിയായ സാധനം തലയ്ക്കകത്ത് കയറ്റണം. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. സന്തോഷമായോ? സന്തോഷമായെങ്കിൽ ഒന്ന് കൈയടിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് സമ്പത്തൊക്കെ വേണം. എന്ന് വെച്ചാൽ കാശുണ്ടാക്കലല്ല ജീവിത ലക്ഷ്യം. ജീവിക്കാനായിട്ട് എന്ത് വേണം? കാശ് വേണം, വീട് വേണം, അത്യാവശ്യം 5 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം, കുട്ടികളെ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനുള്ള കാശ് വേണം, ലോൺ എടുക്കാണ്ട് പഠിപ്പിക്കണ്ടേ? ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് കാണുന്നതാണ്. എന്താണ്? എവിടെ പോകുന്നത്? ബാങ്കിൽ പോവാം. എന്തിനാ ബാങ്കിൽ പോകണേ? കൊച്ചിനെ നഴ്സിങ്ങിന് ചേർക്കാണ്. ഇപ്പോഴേ തന്നെ കൊച്ചിനെ എന്തായി മാറ്റി? കടക്കാരിയാക്കി മാറ്റി. കൊച്ചിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കണം, ലോൺ എടുക്കാൻ ബാങ്കിൽ പോകുന്നു. അപ്പോൾ കൊച്ചു പഠിക്കുന്ന സമയത്ത് തന്നെ കടക്കാരനും കടക്കാരിയായി മാറ്റും. ഇത് ദൈവഹിതമൊന്നുമല്ല. നമ്മൾ പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം? ലോണില്ലാതെ തന്നെ പഠിക്കണം. ആ ലോണില്ലാതെ കൊച്ചു പഠിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പനും അമ്മയും അധ്വാനിക്കുകയും
ഒരു സാമ്പത്തികമായ ഒരു കരുതൽ അവർക്ക് ഉണ്ടാവണം. കിട്ടിയ കാശ് മുഴുവൻ തോന്നിയോണം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ബാങ്കിൻ്റെ പടിക്ക് ചെന്ന് വായ്പ വാങ്ങാൻ വരി നിൽക്കേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളാരും കടന്നു പോരുത്. ക്രിസ്ത്യാനി കടന്നു പോരുത്, ബാക്കിയുള്ളവർ പൊക്കോട്ടെ. കാരണം എന്താണ്, നമ്മളൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിൻ്റെ മക്കളാണ്. ഈ സമ്പത്ത് മുഴുവൻ ആരുടെയാണ്? അത് ആർക്ക് അവകാശപ്പെട്ടതാ? ആർക്ക് അവകാശപ്പെട്ടതാ? മക്കൾക്ക് അവകാശപ്പെട്ടതാ. നമ്മളാരാ? ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ നമ്മൾ ഈ വായ്പ മേടിക്കാൻ ബാങ്ക് മാനേജറുടെ അടുത്തേക്ക് ചെന്ന് ആ കടലാസ് കൊണ്ടുപോകുക, ഈ കടലാസ് കൊണ്ടുപോകുക, കുടിക്കട സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക, നികുതി അടച്ച കടലാസ് കൊണ്ടുപോകുക, സ്കെച്ച് കൊണ്ടുപോകുക, കൈവശ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക, അല്ലേ? ആധാരം, കീഴാധാരം, ലീഗൽ അഡ്വൈസ് എന്ന് വേണ്ട. അവൻ ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ കടലാസ് പറയും. ഇതിൻ്റെ പിന്നാലെ നടന്ന് അവസാനം നടന്ന് നമ്മൾ പറയും ചെരുപ്പ്. എന്തൊരു വേഗം പറഞ്ഞു. ഇങ്ങനെ ചെരുപ്പ് തേയാൻ വിധിക്കപ്പെട്ടവരല്ല നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ന്യായമായ അവകാശത്തിന്, എല്ലാവരും അംബാനി അഡാനി ആവേണ്ട കാര്യമല്ല പറയുന്നത്, നമുക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശങ്ങൾ നിഷേധിക്കുവാൻ ഇടയാവരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണം നമുക്കുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പുതിയ നിയമത്തിൽ നിന്ന് ഞാനെന്തോ പുതിയത് കണ്ടുപിടിച്ചതൊന്നുമല്ല. പഴയ നിയമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് തന്നെയാണ്. ഏകദേശം സമയം അവസാനിക്കാറായെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ഒരു സംഭവം പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് വിധവയുടെ എണ്ണ എന്ന് പറഞ്ഞിട്ടാണ്. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ഞാൻ വായിക്കാം, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ലാത്തതുകൊണ്ട്. പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ എലീശയോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു, അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രവാചകനാണ് എലീശ പ്രവാചകൻ. നിങ്ങൾക്ക് അറിയും എന്ന് തോന്നുന്നു. ഏലിയ പ്രവാചകൻ, എലീശ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എലീശ പ്രവാചകൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് മുതിർന്ന പ്രവാചകനായ ഏലിയ കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് സങ്കടം പറയുകയാണെന്നാണ്, അങ്ങയുടെ ദാസന എൻ്റെ ഭർത്താവ് മരിച്ചു, അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 അടിമകളാക്കാൻ വന്നിരിക്കുന്നു. സുവിശേഷ വേല ചെയ്യുന്നവനാണ് എന്താണ്, കടം മേടിച്ചിട്ടാണ് സുവിശേഷ വേല കച്ചവടം ചെയ്യുന്നത്. ഇത് ഒരു സുവിശേഷ വേലക്കാരൻ കടം മേടിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. വരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ട് അവരവരുടെ വരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് വേണം ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. എലീശ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ വന്ന വഴിക്ക് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നിൻ്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ ഈ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കണേ എന്ത് വേണം? അരിയോ ഗോതമ്പൊന്നും ഇല്ല, ആകെ കൂടെ കുറച്ച് എണ്ണയുണ്ട്. ഈ എണ്ണയല്ലാതെ ഈ വീട്ടിൽ വേറെ ഒരു സാധനവും ബാക്കിയില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. എന്ത് ശേഖരിക്കുക? കാലിപ്പാട്ടയും കുപ്പിയും പാട്ടയൊക്കെ വല്ലതും ഒഴിഞ്ഞു കിടക്കണം, അതൊക്കെ അടുത്ത വീടുകളിൽ പോയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ നീയും നിൻ്റെ പുത്രന്മാരകത്ത് കിടന്ന പാത്രങ്ങളിൽ എണ്ണ പകരുക. അപ്പോൾ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് കുപ്പിയും പാട്ടയും ഒക്കെ മേടിച്ചു കൊണ്ടുവരിക, ഒഴിഞ്ഞുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു ഭരണിയിൽ അല്പം എണ്ണയുള്ളത്. ഈ എണ്ണ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ കാലിപാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു. നിറയുന്നത് മാറ്റിവെക്കുക. അപ്പോൾ ഒരു ഭരണിയിൽ എണ്ണയുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു, അത് നിറഞ്ഞ് ഞാൻ പാത്രം മാറ്റി വയ്ക്കുന്നു, അടുത്ത പാത്രം വയ്ക്കുന്നു, വീണ്ടും ചെയ്യുന്നു. ഇങ്ങനെ എണ്ണ വന്നുകൊണ്ടിരിക്കുന്നു. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടിച്ച് അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അമ്മ ഈ ഭരണിയിൽ നിന്ന് ഒഴിക്കുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു? കാലിപ്പാട്ട കൊണ്ടു കൊടുക്കുന്നു, എണ്ണ നിറയുന്ന പാത്രങ്ങൾ മാറ്റിവെക്കുന്നു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പാത്രമൊക്കെ നിറയണ സമയത്ത് അമ്മ പറഞ്ഞെന്താണ്? ഇനിയും പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അപ്പോൾ പാത്രമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്ടായത്? എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് നിന്ന് വിവരം അറിയിച്ചവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. എന്താ പറഞ്ഞേ? ഇപ്പോൾ വീട്ടിൽ എന്താണ്? ആകെ ഒരു ഭരണി എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എന്തായി? വീട്ടിൽ മുഴുവൻ എണ്ണ. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് അറിയണ്ടേ? നിങ്ങളുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, അങ്ങനെ പ്രവാചകൻ വരുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ എണ്ണ.
നിങ്ങളെന്ത് ചെയ്യും? ചിലർ ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടി കിട്ടും. വീട്ടിൽ മുഴുവൻ വെളിച്ചെണ്ണയല്ല, വെളിച്ചെണ്ണയുടെ കണ്ടെയ്നറൊക്കെ വന്ന് കിടക്കുകയാണ്. എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്യും? അടുത്തുള്ള ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുന്നു. അത് ചെയ്യാനല്ല പറഞ്ഞ. പ്രവാചകൻ എന്താ പറയുന്നറിയാം? എണ്ണ വിറ്റ് കടം വീട്ടുക. ഉറക്കെ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ സാമ്പത്തികമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കുള്ള സാധനങ്ങളൊക്കെ വിറ്റ് കടം വീട്ടേണ്ടി വരും. ചിലപ്പോൾ എപ്പോഴും അതായിരിക്കില്ല, സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കും. അവസരങ്ങൾ മാറുന്നതനുസരിച്ച്, സന്ദർഭം മാറുന്ന അനുസരിച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വ്യത്യാസം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം ഈ വിഷയത്തിൽ ഒരു വീട്ടിൽ അപ്പൻ മരിച്ചു, ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവരാൻ വരും. എന്താ കാരണം? കടം മേടിച്ച ആളുകൾക്ക് പണം കിട്ടണം. കിട്ടാത്തതുകൊണ്ട് അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ച് എന്ത് ചെയ്യും? ആൺമക്കളെ പിടിച്ചുകൊണ്ടൊരു അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കും. അപ്പോൾ വിൽക്കാനായിട്ട് പോകുന്ന സമയത്താണ് പ്രവാചകൻ വരുന്നത്. പ്രവാചകൻ വന്നിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചു. നമുക്കൊരു സൂക്കേടുണ്ട്. എൻ്റെ വീട്ടിലൊന്നുമില്ല, എൻ്റെ വീട്ടിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ വീടിനെ പരിചയമുള്ള വീടായതുകൊണ്ട് പറഞ്ഞു അലമാരി ഒന്ന് തുറക്കാൻ പറഞ്ഞു. അലമാരി തുറന്നപ്പോൾ ഒരു ചെറിയ നാട്ടിൻ പ്രദേശത്തെ തുണിപ്പീടികയിലുള്ള അത്രയും സാരി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ തുണിപ്പീടികയിലുള്ള ഡ്രസ്സുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നിടത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൊടുത്ത ഉപദേശം, എണ്ണ പകരാൻ പറയുന്നു, എണ്ണ പകർന്നു കൊടുക്കുന്നു. പകർന്നു കിട്ടിയ എണ്ണ അവസാനം പറഞ്ഞ എന്താണ്? അത് വിറ്റ് കടം വീട്ട്. ഉറക്കെ പറഞ്ഞേ, വിറ്റ് കടം വീട്ട്. അപ്പോൾ ചില സമയത്ത്, ഇതെല്ലാവർക്കുള്ള ഉപദേശമല്ല പറയുന്നത്, ചില സമയങ്ങളിൽ വിറ്റ് കടം വീട്ടുക എന്നതാണ് ഉപദേശം. ചില സമയങ്ങളിൽ ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, കുറച്ച് കടബാധ്യതയുണ്ട്, കടം വീട്ടാൻ പറ്റുന്നില്ല, ബാങ്കുകാർ ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വിറ്റാലാണ് ഇത് തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത വില പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വിൽപ്പന നടക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് 1 ലക്ഷം രൂപ മേടിച്ച് 18% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപ മാസം കൊടുക്കണം. ഒരു വർഷമാകുമ്പോൾ 12000 രൂപ പോകും. 1 ലക്ഷം രൂപ നാട്ടിൽ വിലയുള്ള സാധനത്തിന് ഈ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റില്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ എന്തായി വില? നമ്മുടെ ബാധ്യത 1,20,000 ബാധ്യത വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് 1 ലക്ഷം രൂപ മാർക്കറ്റിലുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ പ്രായോഗികമായ കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 20% കുറച്ചിട്ട് 80,000 രൂപയായാലും വിറ്റ് തടി ഊരിപ്പോരുക എന്നുള്ളതാണ് പ്രായോഗികമായ ഉപദേശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചാടിയ തീരുമാനം എടുക്കരുത്. സാമ്പത്തികമായ മേഖലയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അല്ലാണ്ട് ധ്യാനത്തിന് പോയപ്പോൾ സ്ഥലം വിൽക്കാൻ പറഞ്ഞുകൊണ്ട് നടന്നേക്കരുത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കപ്പുച്ചിൻ സഭക്കാർ നടത്തുന്ന തൃശ്ശൂരിലെ ഗാഗുൽത്ത എന്ന് പറയുന്ന ധ്യാന കേന്ദ്രമുണ്ട്. കപ്പുച്ചിൻ സഭയിലെ അച്ഛന്മാർ തന്നെ നടത്തുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ശുശ്രൂഷകനാണ് ഞാൻ. നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടുത്തെ ഡയറക്ടർസിനോട് പറയുക, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക, അച്ഛൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടും ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അച്ഛൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സൈഡിലുള്ള ഉപദേശം വേണമെങ്കിൽ അത് ചെയ്തു തരാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുഞ്ഞൊരു സംഭവം ഞാൻ പറയാം. തൃശ്ശൂരിലെ പ്രമുഖമായ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ നടത്തുന്ന ആളുകൾ, ഏകദേശം 60ഓളം സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് അവർക്കുണ്ടായിരുന്നു. അവർ സാമ്പത്തികമായി തകർന്നു പോയി. അവരെ സ്ഥാപനങ്ങൾ മുഴുവൻ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അവസാനമായി കഴിഞ്ഞ സമയത്ത് 68 കോടി രൂപ അവർക്ക് കടമുണ്ട്. തൃശ്ശൂരിൽ ലൂർദ് പള്ളിയുടെ പിൻഭാഗത്തൊരു 70 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ജപ്തി ചെയ്ത് പോയി. ഇത് വിറ്റിട്ടാണ് ഈ കടം തീർക്കാൻ തികയില്ല. എന്നുവെച്ചാൽ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഒരു 14 കോടി രൂപയ്ക്ക് വേണമെങ്കിൽ വിറ്റ് പോകുമായിരിക്കാം ഈ പ്രോപ്പർട്ടി. പക്ഷെ 68 കോടി രൂപ കടമുണ്ട്. ഇവരെ ധ്യാനിക്കാനായിട്ട് വന്നു. പ്രശ്നമൊക്കെ പറഞ്ഞു. പ്രശ്നമൊക്കെ പറഞ്ഞ സമയത്ത്
അവിടെ അവിടെ ഉണ്ടായിരുന്ന ചില ശുശ്രൂഷകർ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? വിറ്റാൽ 14 കോടിയേ കിട്ടുള്ളൂ, കടം 68 കോടി രൂപയാണ്. പക്ഷേ ഇത് ഈ പ്രശ്നം വന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ കുടുംബമായിട്ട് വന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം ഞാൻ പറഞ്ഞു, ഈ കടലാസുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ കടലാസൊക്കെ കൊണ്ടുവന്നു. ഈ ബാങ്കുകളിൽ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്, 1 ടൈം സെറ്റിൽമെൻറ്റ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ അറിവ് എനിക്ക്, ഞാൻ ബിസിനസ് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുവിശേഷ പ്രഘോഷണമൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു അറിവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവരെയൊക്കെ പോയി, ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പോയി കണ്ട് നന്നായി പ്രാർത്ഥിച്ചു. ഇവരോട് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ച്, ആ സംസാരത്തിൻ്റെ അവസാനത്തിൽ സംഭവിച്ചത് 65 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും 3 കോടി രൂപ ഫെഡറൽ ബാങ്ക് 65 കോടി രൂപ ഫെഡറൽ ബാങ്കിലും 3 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അത് ഈ ബാങ്കുകളിലൊക്കെ പോയി സംസാരിച്ച അവസാനം ഈ 65 കോടി രൂപ കിട്ടാനുണ്ടായിരുന്ന ഫെഡറൽ ബാങ്കുകാർ അത് 6 കോടി 5 ലക്ഷം രൂപയിൽ സെറ്റിൽമെൻ്റ് എഴുതി തന്നു. 3 കോടി കിട്ടാനുണ്ടായിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ 30 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെൻ്റ് എഴുതി തന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നത് 6 കോടി 35 ലക്ഷം രൂപയിൽ സെറ്റിൽമെൻ്റായി. ആ ഭൂമി കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച വിലയ്ക്ക് വിറ്റു. നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് 2 ബാങ്കുകളിൽ നിന്നും എഴുതി മേടിച്ചു. പിന്നെയും ഇവർക്കിതല്ലാതെ വേറെയും ബാധ്യതകളുണ്ടായിരുന്നു. ഈ എല്ലാ ബാധ്യതകളും തീർത്ത് അവസാനം ഇവർക്ക് ഒന്നും കിട്ടാതെ നിന്നിരുന്ന ആളുകൾക്ക് ഏകദേശം 40 ലക്ഷം രൂപ ബാക്കി അവരുടെ കയ്യിലും കിട്ടി. ഞാൻ ഈ പറയുന്നത്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം എന്ത് ദൈവമാണ്? ആ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം എന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് നേരം സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുള്ളത്. ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യത്തിനൊരു വായ്പ എടുക്കുന്നു, അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, പലിശയും മുതലോട്ട്. അതാണ് ലോൺ. അത് വലിയ അപകടമുള്ള കാര്യമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ പല സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നു. അതേസമയം ഇംഗ്ലീഷിന് മറ്റൊരു വാക്കുണ്ട്, അതിൻ്റെ ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് വായ്പ വാങ്ങിയിട്ട് പലിശയും മുതലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിനെയാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോണും ഡെപ്റ്റും 2 എണ്ണമാണ്. ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുക്കുന്നു, മന്ത്ലി അതിൻ്റെ EMI മാസം അടയ്ക്കുന്നു. അത് നോർമലി നമ്മുടെ വരുമാനം കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റും. അത് വലിയ അപകടമല്ല. മറ്റത് അപകടമാണ്. എന്ത്? ലോൺ വാങ്ങി പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യത്തിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, കടബാധ്യതയും വരുന്നത്. ലയബിലിറ്റി സൈഡ് എന്നൊക്കെ പറയും. അത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ കടബാധ്യതയുള്ള ആരെങ്കിലും ഒന്ന് കണ്ണടച്ച്, എല്ലാവരും കടബാധ്യതയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. വായ്പ വാങ്ങി ചിട്ടി വിളിച്ചെടുത്തു, തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തു, ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു, കാർഷിക ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു, ഗോൾഡ് കൊണ്ട് മുത്തൂറ്റിൽ കൊണ്ടുവച്ചു, അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, ലേലം വിളിക്കുന്ന നോട്ടീസ്, അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ. വീട് പണിയാൻ ലോൺ എടുത്തു, തിരിച്ചടവ് മുടങ്ങി, ഫോൺ കോളുകൾ വരുന്നു, ഭീഷണി വരുന്നു, അങ്ങനെയുള്ള ആളുകൾ. ഓക്കെ, കൈതാഴെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്? ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് ദൈവം വാഗ്ദാനം ചെയ്തു, എന്താണ്? തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 430 വർഷക്കാലം അടിമകളായിരുന്ന ജനത്തെ ദൈവം അതിശയകരമായി ചെങ്കടൽ പിളർത്തി മുന്നോട്ട് കൊണ്ടുപോയി. ജോർദാൻ നദി വറ്റിച്ച് അക്കരെ കൊണ്ടുപോയി ജെറീക്കോ കോട്ട തകർത്ത്
തേനും പാലും ഒഴുകുന്ന സമ്പൽ സമൃദ്ധമായ ദേശത്തേക്ക് അവരെ കൊണ്ടുപോയി. അവരാരെങ്കിലും കാശ് കൊടുത്തിട്ടാണോ സ്ഥലം മേടിച്ചത്? അവരാ ദേശത്ത് ചെല്ലുന്നു, ആ ദേശം കീഴ്പ്പെടുത്തുന്നു, ആ ദേശം അവകാശമാക്കുന്നു, 12 ഗോത്രങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു, ഭൂമി അവർക്ക് സ്വന്തമായി കിട്ടുന്നു. അതുകൊണ്ടാണ് ജോഷുവയുടെ പറഞ്ഞത്, നീ കാല് കുത്തുന്ന ദേശം നിൻ്റേതായി മാറുമെന്ന്. നീ വായ്പ വാങ്ങുന്നവനല്ല, നീ കൊടുക്കാനുള്ള സമ്പൽ സമൃദ്ധി ദൈവം നമുക്ക് നൽകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മുടെ സാമ്പത്തിക മേഖലയെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 23 തുടക്കത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഉറക്കെ പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ഒന്നിനും ഉണ്ടാവരുത്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പോകുമ്പോൾ ദൈവികമായ കൽപ്പനകൾ അനുസരിക്കാതെ വരുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ സാമ്പത്തിക മേഖലയെ ക്രമീകരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു ജോലി ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ചില സമയത്ത് ചില ബുദ്ധിപരമായ ചില അഭ്യാസങ്ങൾ, നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്തു തന്നെയായാലും ഞാനും എൻ്റെ ഭാര്യയും ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. പണിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ആദായത്തിന്മേൽ നികുതി കൊടുക്കാൻ സത്യസന്ധമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കൊടുക്കാണ്ട് പറ്റിക്കാനൊക്കെ 100 മാർഗമുണ്ട്. സത്യസന്ധമായി ചെയ്യുന്നതുകൊണ്ട് ആദായത്തിന്മേൽ നികുതി കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന നമ്മൾ കൊടുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവം അത്ഭുതകരമായിട്ട് ക്രമീകരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ സാമ്പത്തിക മേഖലയെ ക്രമീകരിക്കും. ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം മുഴുവൻ അതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ കടബാധ്യതയുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞ സമയത്ത് കൈ ഉയർത്തിയ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങളെ കൂപ്പി പിടിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കർത്താവേ, ഈ സമൂഹത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജനത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി എഡ്യൂക്കേഷണൽ ലോൺ, സ്റ്റുഡൻറ്റ് ലോൺ എടുത്തിട്ട് പഠനം പൂർത്തിയായിട്ടും വായ്പകൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയ ആളുകൾ, വായ്പ എടുത്ത് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് കോഴ്സ് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റാതെ പോയി അതിൻ്റെ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ആളുകളെ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടി അവരെ തൊട്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച് സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് വാങ്ങുന്നതിന് വേണ്ടി ഹൗസിംഗ് ലോൺ എടുത്തു, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഹൗസിംഗ് ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ എടുത്തു. വിവിധ ബാങ്കുകളിൽ നിന്നും കുറിക്കമ്പനികളിൽ നിന്നും KSFE പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തു. ആ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന് വീട്, വസ്ത്രം, ഭക്ഷണം ഇതൊക്കെ അവശ്യ വസ്തുക്കളാണല്ലോ. കർത്താവെ, ഇവരുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധി, കടബാധ്യതകൾ, കർത്താവെ, ഈ കടബാധ്യതയിൽ നിന്ന് ഈ ജനത്തെ മോചിപ്പിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു വാങ്ങുന്നതിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു, എന്നാൽ ബാക്കി പണം കൊടുത്ത് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ട് അഡ്വാൻസ് എമൗണ്ട് തിരികെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ, കർത്താവെ, അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഇവർ നേരിടുന്ന പ്രതിസന്ധി അങ്ങേക്ക് അറിയാമല്ലോ. പത്രോസും യാക്കോബും യോഹന്നാനും സുവിശേഷം കേട്ടതിന് ശേഷം വള്ളത്തിൽ നിന്ന് വല ഇറക്കിയപ്പോൾ വല നിറയെ മത്സ്യം കിട്ടി. അവർ മനുഷ്യരെ പിടിക്കുന്നവരായി യേശുവിൻ്റെ കൂടെ കടന്നു വന്നതുപോലെ കർത്താവേ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ വാങ്ങുകയും ആ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മേൽ കരുണയായി, കൃപയായി കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവെ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ വന്ന സമയത്ത് വലിയ ഓപ്പറേഷനുകൾ, ഓപ്പൺ ഹാർട്ട് സർജറി, സ്റ്റെൻഡ് ഇടുക, ആൻജിയോപ്ലാസ്റ്റ് മുതലായ ചികിത്സകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ചികിത്സകൾ ചെയ്ത് കടബാധിതരായി ആളുകൾ, കർത്താവെ ആ കടബാധ്യതയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമ്പത്തിൻ്റെ ഉടമ അങ്ങാണല്ലോ. കർത്താവെ, സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ, സാമ്പത്തിക മേഖലയിലെ ക്രയവിക്രയം എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ, സാമ്പത്തിക മേഖലയിലെ കാണാക്കുരുക്കുകളും കാണാച്ചരടുകളും കാണാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, കർത്താവെ, സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ ബുദ്ധി, ലോകത്തിൻ്റെതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരുടെയിൽ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അടിപതറുകയും വീഴുകയും ചെയ്യുന്ന സമയത്ത് കർത്താവെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ വാഗ്ദാനമാണല്ലോ സഹായകനായ പരിശുദ്ധാത്മാവ്. സോളമൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിച്ചതുപോലെ കർത്താവെ, ഈ ജനത്തിന് അവരുടെ സാമ്പത്തിക മേഖലയെ നിയന്ത്രണത്തിന് വേണ്ടി, ആ സാമ്പത്തിക മേഖലയെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.